ആര് ഈ ചപ്പ് ചടങ്ങ ഇവിടെ വലിച്ചാരിട്ടത്? എന്താടാ ഇത്? എന്താടാ ഇത്? നിനക്ക് ഇതൊക്കെ അടങ്ങി പറക്കി തൂത്ത് വൃത്തിയാക്കിട്ടൂടെ? ഇതൊക്കെ ഞാനല്ല വൃത്തിയേടാക്കണത്. അവിടെ ഇരുന്ന് കുത്തിക്കുറിച്ച് ഓരോ പേപ്പർ വലിച്ചേറി എറിയുമ്പോ ആലോചിക്കണം വീട് വൃത്തിയേടാവൂന്ന്. ഞാനല്ല, നിന്റെ മോളായിരിക്കും. അതെ, ഇവിടെ വന്ന് കളിക്കണേ. ഞാൻ ഒരു ദിവസം നോക്കിയാ കണക്കിൽ ഞാൻ കൊടുക്കും, നോക്കിയോ. അത് നിങ്ങൾ എന്ത് കുന്തോങ്കിലും ചെയ്യും. ഈ വീട് എല്ലാ ദിവസവും തൂത്ത് വൃത്തിയാക്കാറുണ്ട്, അതേപോലെ ആഴ്ചയിൽ ഒരു ദിവസം തുടച്ചിടാറുമുണ്ട്. ഇത്ര എന്നെ കൊണ്ട് പറ്റുള്ളൂ. എന്തിനാണ് ഇതെങ്ങനെ തൂത്ത് വൃത്തിയാക്കിയ പ്രശ്നം കഴിഞ്ഞല്ല? ഇല്ല, അടിയും കൂടി ഉണ്ടാക്കണം അതിന്റെ ഒപ്പം. എടാ, ഞാൻ ഇതൊക്കെ എന്ത് വൃത്തിയായിട്ട് ഇട്ടെങ്കിലും എന്തെന്ന് ചോദിച്ചതല്ലേ? ഇത്ര ചോദിച്ചോളൂ ഞാൻ. അത് പോരെ, ആ ചോദിച്ച രീതി ശരിയല്ല. എന്റെ രീതി ഇങ്ങനെയാണ്, അത് മാറ്റാൻ പറ്റൂല. ഗൗരിയെ, എന്ത് നിനക്കിതൊന്നും ചെയ്തുകൂടെ? പുത്തനച്ച് പുരപ്പുറം തൂക്കുന്നാണല്ലേ. ആ ചെല്ലി പോ. അവിടെ ഇല്ലേ, ഞാൻ ചൂലെടുത്തോണ്ട് വരാം. പേടിച്ചു പോയി. ചൂലെടുക്കുമ്പോ വേണം. ഇതൊരു ആരി ബാബ കുറേ നാളായി ഞാൻ കണക്കിന് കൊടുത്തിട്ട് അതിനാ ഞെളിക്കൊണ്ട് കിടക്കണത്. ഇപ്പൊ കണ്ട പൂച്ച പോലെ പോയണ്ട, എടുത്തോണ്ട് വരാ. എന്താ പറഞ്ഞു ചോദിച്ചോണ്ട് വാ. ദൂതത്തിയ പേടി വേണം, ഭയരിക്കണം. ഞാനാ ഇത് പിടിക്കേ. എന്താ കുഴപ്പം? അവനോന്റെ റൂം വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ട്, ഒരു തെറ്റുമില്ല. ചേച്ചി പറഞ്ഞാലും കാര്യമുണ്ട്. ഇത് പെട്ടെന്ന് തീർത്താ അടുത്ത പണി തരാം. എന്താടാ ചിരിക്കണത്? എടാ, ആരെയും പേടിച്ചിട്ടല്ല. ബാവല് കയ്യില് കൊടുവാളും പിടിക്കും, ചൂലും പിടിക്കും. അവിടെ മാറി. എന്റെ റൂം ഞാൻ വൃത്തിയാക്കും. ഉണ്ടോ? വേണ്ട, ഞാൻ വൃത്തിയാക്കോളാം. ഉണ്ടോ? മതി, ഞാൻ തോത്തോളാം. ഞാൻ എന്തെങ്കിലും ഇങ്ങനെ ചെയ്യണേ ഇത് സങ്കടം വരും. ഡയലോഗ് നിർത്തിക്കോട്ടെ വാലു. ചൂല് വേണോ? ജോലി എല്ലാം കണ്ടു അറിഞ്ഞും കേട്ടൊക്കെ ചെയ്യണം കേട്ടാ. ആയിക്കോട്ടെ. വേറെ നോക്കിക്കൊണ്ടിരിക്കരുത്. ആ കംപ്ലീറ്റ് നാശക്കോട്ട. ഇത് വേണ്ടാത്ത പേപ്പർ. ഇത് വേണ്ടെങ്കിൽ മടക്കി വൃത്തിയാക്കി അടുക്കളയിൽ വേസ്റ്റ് പാത്രം ഇരിപ്പുണ്ട്, അതിൽ കൊണ്ടിടണം. അല്ലാണ്ട് തറയിലല്ലേ ഇടണം. ഇനി ഇത് വെച്ചിട്ട് തല കോരിയിടുക. നീ തൂക്കല്ലേ, അതിന്റെ കൂടെ നിങ്ങളുടെ ഫോട്ടോ വിചാരിച്ച്. അതൊരു ശീലമാണ്. ഇങ്ങനെ ചൂറ്റി എറിയ ഇങ്ങനത്തെ ശീലമാണ്. ആ ശീലം അങ്ങ് മാറ്റി. അല്ലെങ്കിൽ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് കൊണ്ടുവന്ന് അവിടെ അടുത്ത് വെക്ക്, അതിലോട്ട് ഇട്, ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. ഇതുകൊണ്ട് ആടെ പേപ്പർ പോടും. മക്കളെ, ഈ പാവ എവിടെ നിന്ന് കിട്ടി? ഇത് കട്ടിനടി കിടന്നു. ഞാൻ എന്റെ പെൻസില് താഴെ പോയപ്പോ കട്ടിനടിയിലാ പോയ. ഞാൻ ടീഷർട്ട് ഉണ്ട്, അപ്പൊ അതിന്റെ കൂടെ ഇത് എടുത്തു. ആണാ? കൊള്ളാം കൊള്ളാം. നോക്ക്. അയ്യോ, കൊറേ നാളെ നീ കാണാനായിരുന്നു അല്ലേ? ജിങ്കിടി വാണി, ജിഗുഡു, ടക്കുടു, കുക്കുടു, കുന്നിക്കുരു, ജൊഞ്ചു, അതൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ട്. അത് ഒരുപാട് പേരുകളുണ്ട്. മക്കളൊരു കാര്യം ചെയ്യും, ഇതിനെ കൊണ്ട് കുളിപ്പിച്ച് കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്. കൊണ്ടുപോ. അയ്യോ, പറയുമ്പോഴല്ലേ ചേട്ടാ, കൊണ്ടുപോ.